ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ ആദ്യ ദിനം, നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച. യേശുവിനോടൊപ്പമുള്ളതായ ഒരു യാത്രയ്ക്ക് നാം ഒരുങ്ങുകയാണ്. അതും കാൽവരിയിലേക്കുള്ളതായ യാത്ര. കാൽവരിയിലേക്ക് യേശുവിനോടൊപ്പമുള്ളതായ യാത്ര ഒരു സംഘയാത്രയാണ്. പാരസ്പര്യവും കരുതലുമാണ് സംഘയാത്രയുടെ മുഖമുദ്ര. കൂട്ടായ്മയുടെ ഊഷ്മളതയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തി. ക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയ്ക്കായി കാത്തു നിൽക്കുകയാണ് നാം ഓരോരുത്തരും. പ്രതികൂല സാഹചര്യങ്ങളും മനം മടുപ്പിക്കുന്ന അവസ്ഥകളുമുണ്ട്. ശ്രദ്ധ പതറിപ്പോകുന്ന നിരവധി സാഹചര്യങ്ങളും ഇന്ന് ഉണ്ട്. കാലതാമസം മറ്റു വ്യവഹാരങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചേക്കാം. വിശുദ്ധിയോടെയും ഏകാഗ്രതയോടെയും യാത്ര തുടരുവാൻ നമ്മുടെ ആചാരങ്ങൾ അർത്ഥപൂർണമായി തീരണം. അനുഗ്രഹകരവും അർത്ഥവത്തുമായ നോമ്പുകാലം ആചരിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. നോമ്പിലെ ആദ്യ ഞായറാഴ്ച നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളാണ്. കാനാവിലെ കല്യാണമാണ് രംഗം. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി പരിവർത്തിപ്പിച്ച സംഭവ വിവരണം. 4-ാമത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ 2 ശക്തമായ പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 പച്ചവെള്ളം, 2 വീഞ്ഞ്. പച്ചവെള്ളവും വീഞ്ഞും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന പ്രതീകങ്ങളാണ്. വീഞ്ഞ് സന്തോഷത്തിൻ്റെ പ്രതീകം. രുചിയും നിറവുമില്ലാത്ത വെള്ളമാകട്ടെ നിത്യജീവൻ്റെ അടയാളവും ജീവൻ്റെ പ്രതീകവുമായി യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നു. നോമ്പിൻ്റെ വെല്ലുവിളി ഒഴിഞ്ഞിരിക്കുന്നതിൻ്റേതല്ല, ഉൾച്ചേരുന്നതിൻ്റേതാണ്. നോമ്പിൻ്റെ വെല്ലുവിളി ഒഴിഞ്ഞിരിക്കുന്നതിൻ്റേതല്ല, ഉൾച്ചേരുന്നതിൻ്റേതാണ്. മനുഷ്യ സന്തോഷങ്ങളുടെ നിരാകരണമല്ല, അവയുടെ ഉദാത്തകരണമാണ് നോമ്പിൻ്റെ സാരാംശം. യേശു ഉൾപ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ രസതന്ത്രം അതിൽ ഉൾച്ചേരുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ സന്തോഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് യേശുവിനെയും ശിഷ്യന്മാരെയും അതിലേക്ക് ക്ഷണിക്കുവാൻ നമുക്കും ഇടയായിത്തീരണം. ഉൾച്ചേരുന്ന സമൂഹത്തിൻ്റെ വിഹ്വലതകൾ ദൈവസന്നിധിയിൽ അറിയിക്കുവാനും ദൈവഹിതത്തിനു വേണ്ടി കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കണം. നോമ്പുകാലം അതിന് നമുക്ക് ഇടയായിത്തീരണം. പ്രതിസന്ധികളുടെ വേളകളിൽ ദൈവസന്നിധിയിൽ അവ ഉണർത്തിക്കുവാനും അവരവരുടെ ഉൾച്ചേരലുകൾ പൂർത്തിയാക്കാനുമുള്ള നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. പ്രിയരെ, നോമ്പ് നാളുകളിൽ കൂടിച്ചേരലുകളുടെ നാളുകളായി തീരട്ടെ. ദൈവവുമായി കൂടുതൽ അടുക്കുവാനുള്ള ഇടങ്ങളായി തീരട്ടെ. ലഭ്യമായ വിഭവങ്ങളെ ദൈവബന്ധത്തിൽ ഉപയോഗിക്കുവാനും കൽപാത്രങ്ങൾ ഇരിക്കുന്ന ഇടം കലവറയാക്കി മാറ്റുവാനുമുള്ള പ്രചോദനമാണ് നമുക്ക് ഈ നോമ്പ് കാലത്തിൽ ഉണ്ടാകേണ്ടത്. കൽപാത്രങ്ങൾ ജഡീകശുദ്ധി വരുത്തുന്നതിനുള്ള മുഖാന്തരവും ഇടവുമായി മാറണം.
യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിഷ്ക്രിയതകളിൽ നിന്ന് സൽക്രിയകളിലേക്ക് യാത്ര ചെയ്യുന്ന നോമ്പ് നാളുകൾ ഞങ്ങൾക്ക് നൽകണമേ. മേൽത്തര സന്തോഷത്തിൻ്റെ വിശുദ്ധ വീഞ്ഞ് വിളമ്പുവാനും അനുഭവിപ്പാനും ഞങ്ങൾക്ക് നീ തുണ നൽകണമേ. ആമേൻ.